ഹായ്, ഞാൻ ഇന്നൊരു വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അതിലേക്ക് ആവശ്യമുള്ള സാധനം പീസ് കടല, പിന്നെ ഉരുളക്കിഴങ്ങ്, സവാള രണ്ട് വിധത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഒന്ന് നമ്മൾ പച്ചക്കറിയൊക്കെ വേവിക്കുന്ന കൂട്ടത്തിലിടാൻ, ഒന്ന് വറുത്തിടാൻ വേണ്ടിയിട്ട്, പിന്നെ ക്യാരറ്റ്, പിന്നെ പച്ചക്കറികൾ ഏതെച്ചാൽ ബീൻസോ ഏതൊക്കെ വെച്ചാൽ കിട്ടുന്നതൊക്കെ ഇടാം. ഇനി ഈ പീസ് കടല ആദ്യം ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ പച്ചക്കറികൾ ഇട്ടിട്ട് വേവിച്ചെടുക്കുക. ഞാനെല്ലാം വേവിച്ചിട്ട് കാണിച്ചു തരാം. നമുക്ക് ആ പച്ചക്കറിയും പീസുകളിലേക്ക് വേകുമ്പോഴേക്ക് കുറച്ച് അരപ്പിനുള്ള സാധനങ്ങളൊക്കെ, കുറച്ച് തേങ്ങ, അതിലേക്ക് കുറച്ച് പെരുംജീരകം, ഗരം മസാല, സാദാ ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, 2 പച്ചമുളക്, ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒക്കെ കൂടി ചേർത്തിട്ട് അരയ്ക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും നമ്മൾ പച്ചക്കറി പീസുകളെല്ലാം വെന്ത് കഴിഞ്ഞാൽ ചേർക്കണം. പീസുകളെല്ലാം വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കഷ്ണങ്ങളിടാം. കഷ്ണം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇടാം. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിച്ചിട്ട് പിന്നെ വെന്ത് കഴിഞ്ഞാൽ അരപ്പ് ചേർക്കാം. കഷ്ണവും ഇതൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിതിൽ അരപ്പ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് അരപ്പ് വരാം. അരപ്പ് പാർന്ന് നല്ല ഇളക്കിയിട്ട് ഒന്ന് തിളയ്ക്കണം. ഒന്ന് തിളയ്ക്കുക. കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇടുക. എന്നിട്ട് നമുക്കിനി ഇത് വറുത്തിടാൻ നമ്മൾ ഒരു പാനിൽ ഉള്ളി, മുളകും കടുകും കൂടി വറുത്തിടാം. എണ്ണ ഒഴിക്കും, വെളിച്ചെണ്ണ കുറച്ച് മതി. എണ്ണ ചൂടായിട്ട് കടുക്, മുളക്, ആ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് അതും കൂടി ഇട്ടിട്ട് വഴറ്റി ഇത്ര ചുവന്നാൽ മതി. ഇതിലേക്ക് വയ്ക്കാം. കുറുമ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കുറുമ റെഡിയായി. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. ആദ്യം ഞാൻ ഇന്ന് രാത്രി ചപ്പാത്തിയും കുറുമയാണ്.